ഹായ്, ഷമാമ് മാത്രം ജ്യൂസ് അടിക്കാതെ ഈ ഒരു ഫ്രൂട്ടും കൂടി കൂട്ടിയടിക്കുകയാണെങ്കിൽ ഷമാം ജ്യൂസിന് നല്ല നിറവും അതുപോലെ ഇരട്ടി രുചിയും കിട്ടും. ഈ ഒരു ഷമാമിന്റെ കൂടെ നല്ല പഴുത്ത മധുരമുള്ള മാങ്ങനെയാണ് കൂട്ടിയടിക്കണത്. നല്ല മധുരമുള്ള മാങ്ങന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, ജ്യൂസിന് ടേസ്റ്റ് കൂടും. പിന്നെ ഷമാമ് തൊലി കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ ഉള്ളിലത്തെ ഓറഞ്ച് കളറിലുള്ള പളുപ്പ് മാത്രം നമുക്ക് മതി. ആ വെള്ള വരുന്ന തൊലി ഫുള്ളായിട്ട് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. ആ വെള്ളപ്പെടുമ്പോഴാണ് കറിക്കല്ല ജ്യൂസിന് ചെറിയൊരു കയ്പ് അനുഭവപ്പെടുന്നത്. ആ ഉള്ളിലത്തെ മഞ്ഞ മാത്രം എടുത്ത് അടിക്കുകയാണെങ്കിൽ ഒരു കയ്പോ രുചി വ്യത്യാസമോ ഒന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. മാങ്ങയും ഷമാമൊക്കെ തൊലി കളഞ്ഞെടുക്കുക. ഇതുപോലെ തൊലി കളഞ്ഞ ഷമാമ് ഞാനൊരു മിക്സിന്റെ ജാറിലേക്ക് തന്നെയാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഒരു കാര്യം പറയാൻ മറന്നു, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൻ്റെ ഓളും കൂടെ മറക്കാതെ പ്രസ് ചെയ്തേക്കണം. മാങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് നല്ല മധുരമുള്ള നല്ല കളറുള്ള മാങ്ങയാണ്. അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങയൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ മിക്സിന്റെ ജാറിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഷമാമ് മാത്രം അടിക്കുന്നതിനേക്കാൾ ഇരട്ടി ടേസ്റ്റ് തന്നെയാണ് ഇതുപോലെ പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ അടിക്കുന്നത്. കൂടെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര അധികം വേണ്ട. ഷമാമ് മാങ്ങയ്ക്ക് അത്യാവശ്യം മധുരമുള്ള സാധനമാണ്. അപ്പോൾ ആവശ്യത്തിന് മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുക. കൂടെ ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് 250 ml ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാനിവിടെ അടിച്ചെടുക്കുന്നത്. ഈ ടൈമിൽ പാല് കൂട്ടി അടിക്കുകയാണെങ്കിൽ പാലിൽ അടങ്ങിയിട്ടുള്ള മറ്റു ഘടകങ്ങളൊക്കെ വേർതിരിഞ്ഞ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ വെള്ളത്തിൽ അടിക്കുക. നല്ലപോലെ പേസ്റ്റ് ആയതിനു ശേഷമാണ് പാല് ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നത്. ഇത്രയും മതിയാവും. നമ്മളെ ഷമാമും മാങ്ങയൊക്കെ നല്ലോണം പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് ഞാനിവിടെ പാലൊഴിക്കണത്. ഒരു 400ഓളം പാല് ഞാൻ ഈ ടൈമിൽ ഇതിലേക്ക് ഒഴിക്കണുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. ഈ പാലും ആ ജ്യൂസൊക്കെ ഒന്നാകാൻ വേണ്ടി മാത്രം. ഇനി ഇത് അരിച്ചുപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരിക്കാതെ തന്നെ നമുക്കിത് ഉപയോഗിക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു ജ്യൂസ് നമ്മൾ ഉദ്ദേശിച്ച കട്ടിയിൽ നമ്മൾ ഉദ്ദേശിച്ച അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടാലറിയാം അതിൻ്റെ കളറും ടേസ്റ്റും എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത്. നല്ല തണുത്ത ഷമാം മിൽക്ക് ഷേക്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. ഇനി ജ്യൂസ് കുടിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇതുപോലെ നട്ട്സ്, ഞാനിവിടെ ബദാമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് നട്ട്സ് ആണെങ്കിലും നമുക്ക് ചേർക്കാം. ബദാം ചേർത്ത് കൊടുത്താൽ കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കൂടി, ഇതിപ്പോൾ കുറച്ച് ഡ്രൈ ആണ്, ഈ ജ്യൂസിൽ കടന്നിട്ട് അതിൻ്റെ ഡ്രൈ ഒക്കെ പോയി നല്ല സോഫ്റ്റ് ആയി കിട്ടും. അപ്പോൾ ജ്യൂസ് കുടിക്കുമ്പോൾ ഇത് കടിക്കുമ്പോൾ വേറെ ലെവൽ ടേസ്റ്റ് തന്നെയാണ്. ഷമാമ് ജ്യൂസ് അടിക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾ മാങ്ങ കൂട്ടി അടിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഈ വേനൽക്കാലത്ത് നമ്മളെ ശരീരത്തെ ഒന്ന് തണുപ്പിക്കാനും അതുപോലെ ടേസ്റ്റിൽ കുടിക്കാനും പറ്റിയ ഒരു ജ്യൂസ് തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ടേസ്റ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ വീഡിയോകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ ബെല്ലൈക്കൻ്റെ ഓളും കൂടെ പ്രസ് ചെയ്ത് ഒപ്പം കൂട്ടിക്കോളി. ഇതുപോലത്തെ കിടുക്കാച്ചി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.